പെരുന്നാളിനായി നാട്ടിലെത്തിയ യാത്രക്കാരാണ് എയർ ഇന്ത്യയുടെ അനാസ്ഥ കാരണം വലഞ്ഞത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 4 ദിവസങ്ങൾക്ക് മുൻപ് വിമാനമിറങ്ങിയവർക്ക് വരെ ലഗേജ് നൽകിയിട്ടില്ല. എൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്ന ബാഗേജ് അവർ നിർബന്ധപൂർവ്വം എയർക്രാഫ്റ്റിൽ ക്യാബിൻ ബാഗിൽ കയറ്റാൻ അലൗ ചെയ്യാതെ അത് ലഗേജിലേക്ക് ഇട്ടു. ഇവിടെ വന്നപ്പോൾ ഏകദേശം 10-50ഓളം പാസഞ്ചേഴ്സിൻ്റെ ഇതേ അവസ്ഥയാണ്, സിറ്റുവേഷനാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പല യാത്രക്കാരോടും ഹാൻഡ് ബാഗുകൾ നിർബന്ധിച്ച് വാങ്ങിച്ചതായും പരാതിയുണ്ട്. തിരിച്ചു കിട്ടിയ ഹാൻഡ് ബാഗിലാകട്ടെ ടാബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിലുമായിരുന്നു. ഇത് ഹാൻഡ് ക്യാരി കൊടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എയർപോർട്ടിൽ അവരെ ഞങ്ങളെ പോലീസിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ടെർമിനൽ മാനേജർക്ക് പോയി അവർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളെ ഫ്ലൈറ്റിൽ ഈ സാധനങ്ങൾ കയറുമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടാണ് ഈ ഹാൻഡ് ക്യാരി ഞങ്ങൾ കൊടുത്തത്. ഇവിടെ എത്തി നോക്കുമ്പോൾ ഇല്ല. ഓരോ വിമാനത്തിലും എത്തുന്ന യാത്രക്കാരുടെ ലഗേജുകൾ പിന്നീടാണ് കയറ്റി അയക്കുന്നത്. ഇങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെത്തിയ 500-ലധികം പേരാണ് കണ്ണൂർ, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ നിന്നായി 2-3 തവണ ബാഗേജ് അന്വേഷിച്ചെത്തുന്നത്. വിഷയത്തിൽ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് ലഗേജുകൾ നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്ന് വാക്ക് നൽകിയതായും ഇ ടി മുഹമ്മദ് ബഷീർ MP മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിയുന്നതും വേഗം ലഗേജ് എത്തിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോരാത്ത ഞാൻ മിനിസ്റ്റർക്ക് ഇതിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് ഇമെയിലും ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പൊ സംഭവം ഇതാണ്, അവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താൽ അവരെ നാട്ടിലെത്തിക്കണം. ലഗേജ് കൂടുതലുണ്ടെങ്കിൽ ആ ലഗേജും ഇതും ഒരുമിച്ച് പോകുന്നില്ല, അതുകൊണ്ട് കുറച്ച് അവിടെ എത്തിച്ചു പോകുന്നതാണ്. ബാക്കി വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, മലപ്പുറം.